കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് CDS തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം വിവിധ മേഖലകളിൽ അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ നിർദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ തനത് പ്രവർത്തനങ്ങളായ ജീവനം പദ്ധതി പോലുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് രണ്ടാമതായും ജില്ലയിൽ ആദ്യത്തേതുമായി ISO അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ പിന്തുണയും നേതൃത്വവുമാണ് കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ വയോജന സൗഹൃദ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഏറ്റവും കാര്യക്ഷമതയോടുകൂടി നടപ്പാക്കുന്നതിന് വലിയ പിന്തുണയാണ് കുടുംബശ്രീ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വയോജന അയൽക്കൂട്ടത്തിനും ഒരു ADS മെമ്പർ ചുമതല ഏറ്റെടുത്തുകൊണ്ട് വലിയ സഹായം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞൊരു ആശയം ഞങ്ങളെ മനസ്സിലില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മളെ പുതിയ AS ഇവിടെ ഷിബിൻ സാർ വരുന്നത്. അപ്പോൾ ഷിബിൻ സാർ ഇവിടുത്തെ ഈ ഓഫീസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ട സമയത്ത് ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ISOൻ്റെ കാര്യം. അപ്പം ഇവിടെയുള്ള 19 CDS അതുപോലെ തന്നെ അക്കൗണ്ടൻ്റൊക്കെ ഇതിന് ഫുള്ള് സപ്പോർട്ട് ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ജില്ലാ മിഷനിലേക്ക് കിലേൻ്റെ കോർഡിനേറ്ററായ ബീത്തുവിനെ വിളിക്കുകയും അപ്പോൾ ഒരു അപേക്ഷ കിലയിലേക്ക് കൊടുക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീത്തു ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ക്വാളിറ്റി സർക്കിൾ എന്നുള്ള പേരിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 മാസത്തോളം നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ISO അംഗീകാരം കിട്ടുകയുണ്ടായത്. നമ്മൾ CDSൻ്റെ ഒരു തനത് പ്രവർത്തനം എന്ന നിലയ്ക്കാണ് നമ്മൾ ഇത് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പം ആ സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ഈ വെങ്ങപ്പള്ളി, വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി ഇങ്ങനെ ഒരു ISOൻ്റെ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഞങ്ങൾ ആദ്യം അത് കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ തന്നെ നേടണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷേ അതിൻ്റെ മുന്നേ അവർ കൊടുത്തു, അതിൽ പ്രവർത്തനമൊക്കെ നടത്തി കഴിഞ്ഞു. അങ്ങനെയാണ് ആദ്യം വെങ്ങപ്പള്ളിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ കേരളത്തിൽ രണ്ടാമതാകണമെന്നുള്ളൊരു വാശി ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ രണ്ടാമതാകുക തന്നെ ജില്ലയിൽ ഒന്നാമത്തെ ഒരു CDSൻ്റെ ഈ ISO അംഗീകാരം ലഭിക്കുകയും ചെയ്യുകയുണ്ടായി. സംസ്ഥാന സർക്കാരിൻ്റെ മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളുടെയും നോഡൽ ഏജൻസി എന്ന നിലയിൽ കുടുംബശ്രീയാണ് ഉണ്ടാവാറുള്ളത്. കുടുംബശ്രീയുടെ ഈ പ്രവർത്തനങ്ങൾ കോട്ടൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഓഫീസിൻ്റെ ഭൗതിക സാഹചര്യങ്ങളെയും മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു താല്പര്യം വെച്ചുകൊണ്ടാണ് കുടുംബശ്രീ ISO നിലവാരത്തിലേക്ക് ഉയർത്താൻ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ഈ പുസ്തകങ്ങൾ ഓരോരോ വിഭാഗത്തിലുള്ള പുസ്തകങ്ങളും അത് ക്രോഡീകരിച്ച് ചിട്ടപ്പെടുത്തി അതാത് ഷെൽഫിൽ ഓരോ ഉപസമിതിൻ്റെയും 5 ഉപസമിതിൻ്റെയും ഷെൽഫ് ക്രോഡീകരിച്ച് വെച്ചു. പിന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ള ലൈനും അതിൻ്റെ സർവേ നടത്തി. അപ്പോൾ സർവേ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെയാണ് പോരായ്മ എന്നുള്ളത് മനസ്സിലാക്കി അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ കുടിവെള്ളം പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഫർണിച്ചർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിട്ടപ്പെടുത്തി. അതിനുശേഷം വിവിധ പരിശീലനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരിശീലനങ്ങൾ നടത്തി. വിവിധ ബോർഡുകൾ പിന്നെ വിവരാവകാശം അതുപോലെ തന്നെ ഗുണമേന്മാ നയം ഒക്കെ ഉള്ള ബോർഡുകൾ വെച്ച് ആ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം നടന്നിട്ടുള്ളത്.